കർക്കിടക മാസമല്ലേ എല്ലാവരും പത്തലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ. ഞാനും ഉണ്ടാക്കി കേട്ടോ പത്തലക്കറി. എൻ്റെ വളപ്പിലുണ്ടല്ലോ നിറയെ കൊടുത്തുവ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് അധികം പൊട്ടിച്ചു കിട്ടോ കൊടുത്തുവ. പത്തലക്കറി വെക്കാനുള്ള എല്ലാ ഇലകളും എൻ്റെ അടുത്തുണ്ട് കേട്ടോ, ചെടികളൊക്കെ. അപ്പോൾ ചീര ഉണ്ടായിരുന്നു, മഞ്ഞൾ നട്ടപ്പോഴായിരുന്നു വന്നതാട്ടോ വലിയൊരു വള്ളി, മത്തം വള്ളിയാണ്. അത് നീണ്ട് അങ്ങോട്ട് എത്തിയിരിക്കണം. അപ്പോൾ അതിൻ്റെ തളിര 3-4 ഇല അതും പൊട്ടിച്ചു കേട്ടോ ഞാൻ. അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോയപ്പോണ്ട് ഈ ചേനുണ്ടല്ലോ മറുത്തണ്ട് വന്നിരിക്കുകയാണ്. അന്ന് 2 തണ്ട് കിട്ടി, 2 ചെറുത്. അതിൻ്റെ ഇല ഉണ്ട് അതിലപ്പോൾ ഞാൻ ചെറിയ തണ്ട് ഇല കൂടി പോയി. ഇത് ഷുഗർ ചീരയാണ്. ഷുഗർ ചീരയും ചീനമുളകിൻ്റെ ഇലയും ഒരേപോലെ. ചീനമുളകിൻ്റെ ഇലയും തോരൻ വെക്കും അത്ര. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, കുറച്ച് ഷുഗർ ചീരയും പൊട്ടിച്ചു, ചീനമുളകിൻ്റെ ഇലയും പൊട്ടിച്ചു. പിന്നെ നിറയെ അന്ന് ഞാൻ പൊട്ടിച്ച പിന്നെ ഉണ്ടായിരിക്കും കേട്ടോ ചീനമുളക്. പഴുക്കും ചെയ്ത് ചില നിറയെ ചീനമുളക് തെയ്യുണ്ട്. അപ്പോൾ ഇതിലിടാ വിചാരിച്ചിട്ട് കുറച്ച് ചീനമുളക് വേറെയും പൊട്ടിച്ചു കിട്ടാം. ഏതായാലും വറുത്തിടാൻ കരിവേപ്പില വേണ്ടേ. അപ്പോൾ 2-3 ഇല്ലി കരിവേപ്പിലയും പൊട്ടിച്ചു ഞാൻ. പിന്നെ ഇതെന്താണെന്നറിയാം, പുളക്കിഴങ്ങിൻ്റെ ഇലയാണ്. അത് തോരൻ വെക്കൂത്രേ. അപ്പോൾ 2-3 ഇല അത് കൊടുത്തു. പിന്നെ ചേമ്പിൻ്റെ ഇല, താള് പറയില്ല, ഇത് കോവക്കട ഇല തളിര് നോക്കിയിട്ട് അതും പൊടിച്ചു. പിന്നെ പയറിൻ്റെ ഇല. ഇത് പിന്നെ എന്താണ് സാമ്പാർ ചീരയാണിത്. അന്ന് ഉള്ളിട്ട് പിന്നെ ഉണ്ടായിരിക്കും. ഇത് വെണ്ടക്ക കേട്ടോ, വെണ്ടക്ക പക്ഷെ ഇതിലിടാനുള്ള ആളല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, 2-3 വെണ്ടക്കടയിലും പൊട്ടിച്ചു. ഏതായാലും എല്ലാ ഇലയും ഇരുന്നോട്ടെ. പിന്നെ കയ്പക്കടല 2 എടുത്തു. ഇത് ഞങ്ങളുടെ അടുക്കൻ്റെ അമ്മർത്തേ പിന്നെ കൊയ്യക്കന്മാരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കായ്ക്കാൻ തുടങ്ങി. അപ്പോൾ അതിലെന്ത് ചെയ്തെന്നറിയാം, കുമ്പളങ്ങ മുളച്ചത്. അപ്പോൾ ഞാനത് കൂടെ വള്ളി കയറ്റിയിട്ടുണ്ടാവുന്നു. അപ്പോൾ കുമ്പളക്കത്തിൻ്റെ ഇലയും കിട്ടിയിട്ടോ. ഇത് പ്ലാവിൻ്റെ ഇല തോരൻ വെക്കൂത്രേ. അപ്പോൾ എന്തായാലും പത്തലക്കറിയിൽ അത് ഇരുന്നോട്ടെ വെച്ചിട്ട് 2-3-4-5 പ്ലാവിൻ്റെ ഇലയും പൊട്ടിച്ചു. പിന്നെ ഇത് ഓമക്കായുടെ തളിര്, അത് നല്ലതത്രേ. ക്യാൻസറിനൊക്കെ ഏറ്റവും ബെസ്റ്റ് അത്ര ഈ ഓമക്കായുടെ തളിര് കഴിക്കണത്. എന്നിട്ട് എല്ലാം വൃത്തിയാക്കി നല്ലതുപോലെ കഴുകിയിട്ടോ. ചേനത്തണ്ടും ചേനയുടെ ഇലയും എല്ലാ ഇലകളും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അതിൽ ഓമക്കായുടെ ഇലയും പ്ലാവിൻ്റെ ഇലയും പുളക്കിഴങ്ങിൻ്റെ ഇലയും മാത്രം ചെറിയ പാത്രത്തിൽ മാറ്റി വെച്ച്. അതെന്താ മാറ്റി വെച്ചത്, അതിൽ കട്ടുണ്ടാകും. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളയണം. എന്നിട്ട് വേണം അത് അതിലേക്ക് ഇടാൻ. പിന്നെ എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിൽ വെളിച്ചെണ്ണയിലിട്ട് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് പിന്നെ കറിവേപ്പില ഇട്ട ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ഇലയും അതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെക്കുക. നിറയുള്ളതല്ലേ, അപ്പോൾ അത് ഉള്ളിപ്പിട്ടിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ചീനമുളക് ഇട്ടിടുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഒരു പിടി ചീനമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീനമുളക് ചതച്ചിട്ടാണ് അതിലിട്ട് കൊടുക്കുന്നത്. പത്തലക്കറി എല്ലാം ഇട്ടോ വെക്കുന്നത്. പത്തല തോരനാണ്. അതിനായിട്ട് 1 മുറി നാളികേരം എടുക്കുക, 1 പിടി വെളുത്തുള്ളി, 1 പിടി ചുവന്നുള്ളി, പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി. ഇത് മാത്രം കൊണ്ട് ചതച്ചെടുക്കണത്. പൂളക്കിഴങ്ങിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും ഓമക്കായുടെ ഇലയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഊറ്റി കളഞ്ഞിട്ടാട്ടോ അതിലിട്ട് കൊടുക്കുന്നത്. പത്തലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇല തകരയുടെ ഇല. പക്ഷേ തകരയുടെ ഇല ഞങ്ങൾ വീട്ടിലില്ല. ഇനി അടുത്ത കൊല്ലം എന്തായാലും നല്ലൊരു തൈ കൊടുന്ന് വെക്കണം. എന്നാൽ റോട്ടിലുണ്ട്, പക്ഷേ റോട്ടിലൊക്കെ നായക്കളെ നിറയെ മൂത്രയിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്നറിയോ, അത് എടുക്കാൻ പറ്റില്ല. ഇല നല്ല വെന്തതിന് ശേഷമാണ് നാളികേരം ചതച്ചതിലിടാൻ പാടുള്ളൂ കേട്ടോ. നല്ല വേവിക്കണം. ഇത് വെന്തതിന് ശേഷം നാളികേരം അതിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുത്തുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് എൻ്റെ വീട്ടിലത്തെ എല്ലാ ഇലകളും എടുത്തിട്ടാണ് അതേപോലെ ഉണ്ടാക്കുക. പക്ഷേ എന്താ പറയുക, പത്തലത്തോരൻ പറഞ്ഞാൽ കടത്തിൽ ഏറ്റവും നല്ലൊരു മരുന്നും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ.